വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 4 തീയതി ജൂൺ മാസം 2025 രാവിലെ 8:27 ആയിട്ടുണ്ട്. ഒരു ഓപ്ഷൻ ബയറാണെങ്കിൽ നമുക്ക് നിറച്ച് ക്ഷമാശീലത വേണം. ആ ക്ഷമാശീലത ഓപ്ഷൻ ബയ്യിങ്ങിൽ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പേഷ്യൻസ് എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ ഈ ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിലും ജയിക്കാൻ പറ്റും, ജീവിതത്തിലും ജയിക്കാൻ പറ്റും. പല വെല്ലുവിളികൾ വരുമ്പോഴും അതിനെ ക്ഷമയോടെ നേരിടാനും പറ്റും ജീവിതത്തിൽ. ഓക്കെ, നമ്മൾ കൂടുതൽ കഥ പറഞ്ഞ് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. മെയ് 12 തീയതിയുള്ള ഡേ ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുകയാണ്, മെയ് 12 തീയതിയുള്ള ഡേ ക്യാൻഡിൽ. അതായത് നിങ്ങൾ ഡേ ചാർട്ട് ഇടുക. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ ഡേ ടൈം ഫ്രെയിമായിട്ട് മാറ്റിയതിന് ശേഷം 12 തീയതി മെയ് മാസം 2025 ഡേ ക്യാൻഡിലിന് ശേഷം എന്താണ് നിഫ്റ്റി ഫ്യൂച്ചറിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. എങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടും. കിടിലമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റികൾ കിടപ്പുണ്ട് മുന്നോട്ട്. ഇത് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അല്ല, എത്ര ദിവസമായിട്ട് ബാലൻസ് മോഡിലാണ് നിഫ്റ്റി ഫ്യൂച്ചർ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് ലെവൽസ്. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന് 140 140 നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന്. അത് പ്ലാൻ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങളത് പോയിൻ്റ് ഓഫ് കൺട്രോളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, എൻട്രി എക്സിറ്റൊക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.